കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി, വ്യാവസായിക മേഖല, തൊഴിൽ അന്തരീക്ഷം തുടങ്ങിയ വിഷയങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻ നിലപാടുകൾ നാടിനെ ഏറെ പ്രതികൂലമായി തന്നെയാണ് ബാധിച്ചിട്ടുണ്ടായിരുന്നത്. PM ശ്രീ പദ്ധതി മരവിപ്പിക്കപ്പെട്ട വർത്തമാനകാല സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ മുൻകാല പ്രവർത്തികളും ഒന്ന് വിലയിരുത്തേണ്ടത് തന്നെയാണ്. കേരളത്തിൻ്റെ വികസനത്തെ പിന്നോട്ടടിക്കുന്ന പിന്തിരിപ്പൻ നിലപാടുകൾ എത്ര എന്ന് അപ്പോൾ തന്നെ നമുക്ക് ബോധ്യമാകും. വ്യവസായ സൗഹൃദമല്ലാത്ത അന്തരീക്ഷമാണ്. തൊഴിലാളി സമരങ്ങളുടെ തീവ്രത, അതായത് 1960കളിലും 70കളിലും CPM നേതൃത്വം നൽകിയ അതിശക്തമായ തൊഴിലാളി സമരങ്ങളും യൂണിയനുകളുടെ ഇടപെടലുകളും, ഉദാഹരണത്തിന് നോക്കുകൂലി, അമിതമായ കൂലി ആവശ്യങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതിനും പുതിയ സംരംഭകർ സംസ്ഥാനത്തേക്ക് വരാതിരിക്കാനും കാരണമായിട്ടുണ്ടായിരുന്നു. ഉയർന്ന കൂലിയും ഉൽപ്പാദനക്കുറവും. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ തൊഴിൽ ചെലവ് വർദ്ധിക്കുകയും ഉൽപ്പാദനക്ഷമത കുറയുകയും ചെയ്തത് നിക്ഷേപകരെ അകറ്റുകയായിരുന്നു. കമ്പ്യൂട്ടർവൽക്കരണം, ട്രാക്ടർ പോലുള്ള യന്ത്രവൽക്കരണങ്ങളെ ശക്തമായി എതിർത്തത് കേരളത്തിൻ്റെ സാമ്പത്തിക മേഖലയെ ആധുനികവൽക്കരിക്കുന്നതിനും വളർച്ചാ നിരക്ക് കൂട്ടുന്നതിനും കാലതാമസം വരുത്തുകയിട്ടുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് നയങ്ങൾ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ചില സാമൂഹിക നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിലും വ്യാവസായിക വളർച്ചയിൽ പിന്നാക്കം പോവുകയായിരുന്നു. ഈ അവസ്ഥയെ സാമ്പത്തിക വിദഗ്ധർ വളർച്ചയില്ലാത്ത വികസനമെന്ന് വിശേഷിപ്പിച്ചു. പൊതുമേഖലയോടുള്ള അമിത ആശ്രയം. പൊതുമേഖലാ സ്ഥാപനങ്ങളെ മാത്രം ആശ്രയിക്കുകയും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തെ പൂർണ്ണമായും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനും തടസ്സമായി. ഉയർന്ന കടവും ധൂർത്തും. സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കിയ നിരവധി ക്ഷേമ പദ്ധതികൾ സംസ്ഥാനത്തിൻ്റെ ധനബാധ്യത വർദ്ധിപ്പിച്ചു. വരുമാനം കുറയുകയും ചെലവ് കൂടുകയും ചെയ്തപ്പോൾ സംസ്ഥാനം ലോകബാങ്ക്, ADB വായ്പകളടക്കം വലിയ തോതിൽ കടം വാങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ഭാവിയെ തന്നെയാണ് ബാധിച്ചത്. CPM ആദ്യഘട്ടത്തിൽ എതിർക്കുകയും പിന്നീട് ഒരുപാട് പദ്ധതികളെ അനുകൂലിക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകബാങ്ക് വായ്പയോടുള്ള എതിർപ്പുണ്ടായിരുന്നു. എതിർപ്പിൻ്റെ കാരണമെന്ന് പറയുന്നത് ലോകബാങ്ക് പോലുള്ള അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങൾ വായ്പകൾ അവർ നിർദ്ദേശിക്കുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങളും ഉപാധികളും സംസ്ഥാനത്തിൻ്റെ പൊതുമേഖലയും സാമൂഹ്യക്ഷേമ പദ്ധതികളെയും ദോഷകരമായി ബാധിക്കുമെന്നും നവലിബറൽ സാമ്പത്തിക നയങ്ങൾ അടിച്ചേൽപ്പിക്കും എന്നുമാണ് CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ കക്ഷികളുടെ പ്രധാന ആരോപണം. ലോകബാങ്കിൻ്റെ ധനസഹായത്തോടെ നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്ന പല അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും എതിർപ്പുകൾ കാരണം വൈകുകയോ അല്ലെങ്കിൽ ഒഴിവാക്കുകയോ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇത് കേരളത്തിൻ്റെ വികസന വേഗതയെ പിന്നോട്ടടിക്കുകയായിരുന്നു. നിലവിൽ CPM നേതൃത്വത്തിലുള്ള സർക്കാരുകൾ വിവിധ ആവശ്യങ്ങൾക്കായി ലോകബാങ്കിൽ നിന്നും മറ്റ് അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്നും വായ്പകൾ സ്വീകരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പ്രളയാനന്തര പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ, ആരോഗ്യ മേഖലയിലെ പദ്ധതികൾ, കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ദുരന്തങ്ങൾ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ എന്നിവയ്ക്കൊക്കെയായിട്ട് ലോകബാങ്ക് വായ്പകൾ കേരളം സ്വീകരിച്ചിട്ടുണ്ട്. കാലക്രമേണ പാർട്ടിയുടെ സാമ്പത്തിക നയങ്ങളിൽ മാറ്റങ്ങളുണ്ടായി എന്നോ അല്ലെങ്കിൽ വികസന ആവശ്യങ്ങൾക്കായി വായ്പകൾ സ്വീകരിക്കേണ്ടി വരുന്നതിൻ്റെ പ്രായോഗിക അംഗീകരിച്ചോ എന്നോ വ്യാഖ്യാനിക്കാൻ പറ്റും. തുടക്കത്തിൽ ഗെയിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനെ CPM പ്രാദേശികമായി ശക്തമായി എതിർത്തിട്ടുണ്ടായിരുന്നു. ജനങ്ങളുടെ ഭൂമി ഏറ്റെടുക്കുന്നതിലെ പ്രശ്നങ്ങളും ഇല്ലാത്ത സുരക്ഷാ ആശങ്കകളുമായിരുന്നു പ്രധാന കാരണം. പിന്നീട് 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പദ്ധതിയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് തടസ്സങ്ങൾ നീക്കി യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പദ്ധതിക്ക് വേഗത കൂട്ടുകയും CPM ഇതിനെ അനുകൂലിക്കുകയും ചെയ്തു. കാലം മാറിയപ്പോൾ ഈ വിഷയങ്ങളിലുള്ള CPM നിലപാടിൽ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട്. സാങ്കേതികവിദ്യയുടെ ആവശ്യകതയും അതിൻ്റെ സാധ്യതകളും തിരിച്ചറിഞ്ഞ് ഇക്കൂട്ടർ യന്ത്രവൽക്കരണത്തെയും കമ്പ്യൂട്ടർവൽക്കരണത്തെയും സ്വാഗതം ചെയ്തു. കാർഷിക മേഖലയിലെ ആധുനികവൽക്കരണത്തെയും വിവര സാങ്കേതികവിദ്യയുടെ വളർച്ചയും പിന്തുണയ്ക്കാതെ തരമില്ല എന്നുള്ളതായി. അതുകൊണ്ട് തന്നെ PM ശ്രീ പദ്ധതി മരവിപ്പിക്കാനുള്ള LDFൻ്റെ തീരുമാനം നാളെ തിരുത്തേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. നിലവിലുള്ള സർക്കാർ സ്കൂളുകളുടെ ഗുണനിലവാരം ഉയർത്തി ആധുനിക സൗകര്യങ്ങളോടെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായി ഭാവിയിലെ വെല്ലുവിളികൾ നേരിടാൻ വിദ്യാർത്ഥികളെ സജ്ജമാക്കാൻ ലക്ഷ്യമിടുന്നതിനാൽ ഈ പദ്ധതി വളരെ കാലോചിതമാണ് എന്ന് തന്നെ പറയാൻ പറ്റും.